ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ കരൾ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് മാറ്റിവെക്കുന്ന തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ പൂർത്തിയായി എന്ന വിവരം. കിംസ് ആശുപത്രിയിലായിരുന്നു ഈ ശസ്ത്രക്രിയ പുരോഗമിച്ചു വന്നത്. ഇവിടെ പൂർത്തിയായി എന്ന് ജിബിൻ ജെബി റിപ്പോർട്ട് ചെയ്യുന്നു. ജിബിൻ, വിശദാംശങ്ങൾ. ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. കാരണം ഈ ആലിന്റെ കരളും അതുപോലെ തന്നെ വൃക്കകളും ഇത് രണ്ടും എത്തിച്ചത് തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ്. ഇവിടെ രണ്ടിടങ്ങളിലും ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായി എന്ന കേസ് ഹോട്ടലിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഏകദേശം പുലർച്ചെ 4:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയ പൂർത്തിയായത്. അവിടെയാണ് വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. 10 വയസ്സുകാരിയായ ശ്രേയ എന്ന് പറയുന്ന കുട്ടിയാണ് അവിടെ ആലിന്റെ വൃക്കകൾ സ്വീകരിച്ചത്. പക്ഷേ മറ്റു സ്ഥലത്ത്, അതായത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നീണ്ട ശസ്ത്രക്രിയ ഏകദേശം 14 മണിക്കൂറോളം നീണ്ടു നിന്നു. അവിടെയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. പക്ഷേ അവിടെ സ്വീകർത്താവ് എന്ന് പറയുന്നത് വെറും 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഏറെ സങ്കീർണതകളുള്ള ഒരു ശസ്ത്രക്രിയയാണ് കിംസ് ആശുപത്രിയിൽ നടന്നത്. എന്നാൽ ആ ശസ്ത്രക്രിയ കൂടി ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇനി എല്ലാവരും നോക്കുന്നത്, ഇനി ഏറ്റവും അടിയന്തരമായി നോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 2 കുഞ്ഞുങ്ങളുടെയും ആരോഗ്യസ്ഥിതിയാണ്. കാരണം നിലവിൽ ഈ 2 പേരും ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് തന്നെയുള്ള വെന്റിലേറ്ററിലാണ് ഈ 2 കുട്ടികളും ഉള്ളത്. ഡോക്ടർമാരുടെ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ പരിപാലനത്തിലാണ് ഈ 2 കുട്ടികളും ഉള്ളത്. അവരുടെ മറ്റ്, അതായത് ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് ഈ 2 ആശുപത്രിയിലും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ കേസ് ഓട്ടോയുടെ പ്രതിനിധികളും ഡിപ്പാർട്ട്മെന്റ് മേധാവികളും അടങ്ങുന്നതാണ് ഈ 2 ആശുപത്രിയിലുമുള്ള മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ കുഞ്ഞ് ആലിന്റെ അവയവങ്ങൾ ഈ 2 കുട്ടികളുടെ ശരീരത്തിൽ തുടിച്ചു തുടങ്ങുന്ന ഒരു വാർത്ത കൂടി മാത്രമേ ഇനി അവിടെ നിന്ന് ലഭിക്കാനുള്ളൂ. എന്തായാലും ഇന്നലെ ഈ 3 മണിക്കൂർ 10 മിനിറ്റ് എടുത്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ച, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച അവയവങ്ങൾ ഇത്രയും മണിക്കൂർ നീണ്ടുനിന്ന, ഏകദേശം 14-15 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്കൊടുവിൽ വിജയകരമായി ശസ്ത്രക്രിയ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.